ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു രോഗിയെ കണ്ടപ്പോൾ, ലക്ഷപ്രഭുവാണ് അദ്ദേഹം, വലിയ ദുബായിൽ വലിയ എന്താ പറയാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞൊരു മാസം മുൻപ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ശക്തമായ മുറികളും മറ്റുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ ഇന്നലെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണെന്നറിയാം? ഒന്നും വേണ്ട, ഞാൻ എൻ്റെ റബ്ബിനോട് ഒരു മാസം കണ്ട് ഒറ്റപ്പെട്ട് കടന്നപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു പോയി, പടച്ചോനെ എനിക്കൊന്നും വേണ്ട, എനിക്കൊന്ന് എണീറ്റ് നേരെ നിൽക്കാൻ കഴിഞ്ഞാൽ മതി. എന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പരസഹായമില്ലാതെ ഒന്ന് പോകാൻ പറ്റിയാൽ മതി. ആ കൈകാലുകൾക്കുള്ള ഒരു പ്രകൃതിയിലുള്ള ആ ഒരു സൗഖ്യം എനിക്ക് കിട്ടിയാൽ മതി എന്ന അദ്ദേഹം ഇപ്പോൾ ഇട്ടിട്ടുള്ള ഏറ്റവും വലിയ ആ ഒരു വില എന്ന് പറയുന്നത്, സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ നിന്നുപോയ ബിസിനസിനെ കുറിച്ചല്ല അദ്ദേഹം ചിന്തിക്കുന്നത്, ആ ശാരീരിക സുഖത്തെ സംബന്ധിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയും അത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചും നമ്മൾ ഇനി ബേജാറാകണ്ടെന്നാണ് പറയാറ്. അതുകൊണ്ടാണ് രാവിലെ ഉണരുമ്പോൾ റഹ്മാനായ റബ്ബിനോട് നമ്മൾ സ്തുതിക്കുകയാണ്. എന്തിനാണ് അപ്പൊ സ്തുതി? ആ സ്തുതിക്ക് പിന്നിലുള്ള കാര്യം എന്താണ്? ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും, അൽഹംദുലില്ലാഹില്ലദീ, അല്ലാഹുവേ നിനക്കാണ് സ്തുതി. ഏതാണ് ആ റബ്ബ്? റബ്ബ് നമുക്ക് ഒരുക്കി തന്ന കാര്യം എന്താ? ആഫാനി ഫീ ജസദി. നമ്മൾ ഒരു പക്ഷെ ഇന്നും പിന്നെ പ്രാർത്ഥിച്ചവരായിരിക്കും ഉണ്ടായിരിക്കുക. അല്ലാഹുവേ ഞാൻ എണീക്കുകയാണ്, പരസഹായം വേണ്ടി വന്നിട്ടില്ല, ആരും എന്നെ വിളിച്ചിട്ടില്ല, സ്വന്തമായിട്ടാ എണീറ്റത്. പടച്ചോനെ, ഇങ്ങനെ എണീറ്റിരിക്കാൻ, കയ്യും കാലും നീട്ടി നിവർത്തി ഒന്ന് ഇരിക്കാനും കടക്കാനും നടക്കാനൊക്കെ എന്റെ ശരീരത്തിന് സൗഖ്യം നൽകിയ റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇത് നമുക്ക് ലഭിച്ചവരാണ് ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നാം ഓരോരുത്തരും. ആഫിയത്ത് എന്ന ശാരീരിക സുഖം എന്ന വലിയൊരു അനുഗ്രഹം നിലവിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാകാം സുഹൃത്തുക്കളെ. പക്ഷേ നമുക്കൊന്നും വലിയൊരു പ്രശ്നമില്ല. അങ്ങനെയുള്ളവരാരും ഇവിടെ ഇന്ന് എത്തൂല. നമുക്ക് ആകെ പറയാണ്ടാവുക, കാല് മടങ്ങണില്ല, ഊരക്ക് ചെറിയൊരു വേദന ഉണ്ട്, അല്ലെങ്കിൽ തല കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കറങ്ങും, ഇങ്ങനെ അല്പ സ്വല്പ കാര്യങ്ങളായിരിക്കും പറയാണ്ടാകുക. പക്ഷെ സുഹൃത്തുക്കളെ, അതൊക്കെ നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹം ശരിക്കും ബോധ്യപ്പെടുന്നുണ്ടെങ്കിലേ ചുറ്റുപാടിൽ നടക്കുന്ന ആളുകളേക്ക് നമ്മൾ ശരിക്കും നമ്മളെ രണ്ട് കണ്ണുകൊണ്ട് നോക്കണം. നമ്മുടെ ഭാവിയിലേക്ക് മാത്രം ചിന്തിച്ചാൽ പോരാ. ഏത് സമയവും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഇത്തിരി പോകുന്ന ദുനിയാവിലെ നേട്ടങ്ങൾക്ക് പിന്നാലെ മാത്രം കണ്ണും പായിപ്പിച്ച് നടന്നാലൊന്നും ഇത് ബോധ്യപ്പെടൂല. ഈ സുഹൃത്ത് തന്നെ പറഞ്ഞു, ഇത്രയേറെ പ്രയാസം അനുഭവിച്ച ആ സുഹൃത്ത് ഇന്നലെ പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ശരിക്കും എന്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് എനിക്കിതൊന്നും വലിയ വിഷയമല്ല, ഞാനൊക്കെ എത്രയോ ചെറിയ പ്രയാസത്തിലാണ് ഉള്ളത് എന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്നാ. അപ്പൊ എന്താ പറയുക, ചുറ്റുപാടിങ്ങനെ നോക്കുമ്പോൾ സുഹൃത്തുക്കളെ, എന്തെല്ലാം പ്രയാസങ്ങളാണ് ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുള്ളിച്ചാടി നടക്കുന്ന കുഞ്ഞുങ്ങൾ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരികൾ പോലും മാരകമായ, കേട്ടാൽ നമ്മൾ കരഞ്ഞു പോകുന്ന, പടച്ചോനെ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ നൽകരുതേ എന്ന് അറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന ഏറ്റവും മാരകമായ രോഗങ്ങൾക്കാണ് സുഹൃത്തുക്കളെ അവരൊക്കെ പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശമനം, പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, കിഡ്നി പ്രവർത്തനം നിർത്തിവെച്ചതിന്റെ പേരിൽ എവിടേക്കെങ്കിലും സ്വൈരമായിട്ട് ഇറങ്ങാൻ പറ്റണില്ല, പുറത്തു പോകാൻ പറ്റണില്ല, അല്ലെ? നീണ്ട മണിക്കൂറുകൾ ക്യൂവിലാണ്. എന്തിന്? നമ്മൾ പോലും ഇന്നലെ അറിഞ്ഞില്ല എന്തൊക്കെ ഫംഗ്ഷനുകളാണ് നമ്മുടെ ശരീരത്തിൽ പടച്ച റബ്ബ് സെറ്റ് ചെയ്തു വെച്ചത് എന്ന്, അല്ലെ? അതിങ്ങനെ നിർത്തി വെക്കുമ്പോ ഡയാലിസിസ് മെഷീന്റെ ഉള്ളിൽ കടന്നിട്ട് മണിക്കൂറുകളോളം അനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ ജീവച്ഛവമായി കൊണ്ട് കടക്കുന്ന എത്രയോ ആളുകളുണ്ട് സുഹൃത്തുക്കളെ. അവർക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഡോക്ടർ നിശ്ചയിച്ചു ഇത്ര ഇറക്ക് വെള്ളമേ പാടുള്ളൂ എന്ന്. ഭക്ഷണം മുമ്പിലുണ്ട്, വീട്ടിൽ മറ്റാളുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മണടിക്കുന്നുണ്ട്, ഡോക്ടർ വരച്ചു വെച്ചു ഇത്ര ഉരുളയെ പറ്റുള്ളൂ, അതും ഇന്ന അംശം നാട് അടങ്ങിയതേ പറ്റുള്ളൂ, ഇത്ര ഒരു കണ്ടന്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ പറ്റൂല എന്ന് പറയാ. നോക്കിയിരിക്കാനല്ലാതെ പടച്ച റബ്ബ് തിരിച്ചെടുത്ത് ആഫിയത്ത് തന്നാലല്ലാതെ സുഹൃത്തുക്കളെ ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് കഴിയുമോ? അല്ലെ? ഒരു മുട്ടു സൂചിക്ക് പോലും കുത്താൻ ഗ്യാപ്പില്ലാത്ത വണ്ണം ശരീരം മുഴുവനും വ്രണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നീറി ജീവിച്ചിരിക്കുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ട് സുഹൃത്തുക്കളെ, അല്ലെ? കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തേണ്ടി വരുന്ന ഗതികേട്
ഗതികേട് അനുഭവിക്കുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കളെ. അത് തന്നെയും അള്ളാഹു പ്രകൃതിയാൽ നമുക്ക് നിശ്ചയിച്ചു തന്ന നമ്മുടെ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളെയും പുറന്തള്ളുന്ന ആ മാലിന്യം പുറന്തള്ളുന്ന ചില ദ്വാരങ്ങൾ പടച്ചറബ് നമുക്ക് സംവിധാനിച്ചു. അതിലൂടെ ആ പ്രവർത്തനം നടക്കാത്തതിന്റെ പേരിൽ കൃത്രിമമായ തുളകൾ ഇട്ട് ആ നിലക്ക് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നത് പോലും ഭയത്തോടുകൂടെ കാണുന്ന ആളുകളായിക്കൊണ്ട് നിമിഷ നേരങ്ങളെ കൊണ്ട് മാറാണ് സുഹൃത്തുക്കളെ. ക്യാൻസർ എത്ര വലിയ പ്രയാസങ്ങളാണ്. നട്ടലിന് ക്യാൻസർ ബാധിച്ചിട്ട് അനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ തന്നെ കിടക്കുന്ന ആളുകൾ, അന്നനാളത്തിൽ ക്യാൻസർ വന്നിട്ട് ഒരിറുക്ക് വെള്ളം പോലും കഴിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ, ബ്രസ്റ്റിൽ ക്യാൻസർ വന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്നലെ പിറന്ന പിഞ്ചു കുട്ടിക്കൊരു അമ്മിഞ്ഞ പോലും കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലെ. സ്വകാര്യ അവയവങ്ങളിൽ പോലും അതിന്റെ ഭീതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ആരുടെ മുമ്പിൽ പറയാൻ പോലും കഴിയാതെ യാതനകളും വേദനകളും കടിച്ചമർത്ത് തിന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കാണാണ് സുഹൃത്തുക്കളെ. തുള്ളിച്ചാടി നടന്നിരുന്നു. കഴിഞ്ഞ വക്തിന് പോലും നമ്മുടെ ജമാഅത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങിയതാണ്, ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്തതാണ്, എന്താ അറിയില്ല, കിടന്ന കിടപ്പിൽ ഒരൽപ്പം സ്ട്രോക്ക് വന്നു. ഇപ്പൊ ശരീരം മുഴുവനും ഏകദേശം ചലനമറ്റു. എത്ര ആളുകളെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ലിസ്റ്റിലേക്ക് ഓരോരുത്തർക്കും അവസരം നൽകിയാൽ നമ്മുടെ അറിവിലുള്ള ഒരുപാട് പിന്നെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടിച്ചേർക്കാനുണ്ടാവും സുഹൃത്തുക്കളെ. ഇതെല്ലാം കേൾക്കുമ്പോൾ നാം ഗൗരവമായി ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ ഇന്ത്യയുടെ മനസ്സിക്ക് വരേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്നറിയോ? നിലവിൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഈ പറയുന്ന സമയം വരെയും ഈ പറയപ്പെട്ട ഒരു അവസ്ഥയിലും കഥാപാത്രങ്ങളാകാത്ത ആളുകളാണ് മഹാഭൂരിഭാഗം വരുന്ന നമ്മളും. സുഹൃത്തുക്കളെ, മനസ്സറിഞ്ഞ ഹംദ് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കണം, ഇത്രയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ കാണുമ്പോ അതിലൊരാളായിക്കൊണ്ട് എന്നെ ഇതുവരെയും ഉൾപ്പെടുത്താത്ത റബ്ബേ, നിനക്കാകുന്ന സർവസ്തുതിയുമെന്ന് ജീവിതത്തിൽ ഇന്ന് വരെ പറയാൻ സഹോദര നമുക്ക് കഴിഞ്ഞോ? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീലാ. പരീക്ഷിക്കപ്പെടുന്നവനെ കാണുമ്പോ അല്ലാഹുവോട് ഹംദ് പറയണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥന സഹോദര, ഒരു 10 മിനിറ്റ് എടുത്ത് വെച്ച് ഒന്ന് ഹിഫ്ളാക്കാൻ, ഒന്ന് മനഃപ്പാഠമാക്കാൻ, അതിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. സുഹൃത്തേ, എല്ലാം മാറി മറിയാലേ അധികമൊന്നും വേണ്ടട്ടോ, അധികമൊന്നും വേണ്ട. പോകുന്ന പോക്കിൽ കണ്ണൊന്ന് ചിമ്മിയാൽ മതിയാകും. ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ ഒരുപക്ഷെ നമ്മുടേത് മതിയാകും, വേണ്ട അപരന്റേത് മതിയാകും. അള്ളാഹു എല്ലാവിധ മുസീബത്തിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. പക്ഷെ എന്താ അറിയുങ്ങളെ, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം സുഹൃത്തുക്കളെ. ഇതെല്ലാം നമ്മൾ ആലോചിക്കണം. കോടികൾ കയ്യിലുണ്ടായിട്ടും ഒന്നും ഉണ്ടാവില്ല. ഒരു സെക്കൻഡ് നേരങ്ങളെ കൊണ്ട് എല്ലാം മാറി മറിയുമ്പോൾ പിന്നീട് ആ കോടികൾക്ക് വിലയില്ല, ആ ബംഗ്ലാവുകൾക്ക് വിലയില്ല. 2 തലമുറകൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ മാത്രം ഉണ്ടാക്കിയ ബാങ്ക് ബാലൻസുകൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല, പടച്ച റബ്ബ് എടുത്ത ആഫിയത്ത് തിരിച്ചു തന്നാലല്ലാതെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് ഹംദ് പറയാൻ നമുക്ക് കഴിയണം എന്നതാണ് ഒന്നാമതായി കൊണ്ട് ശ്രദ്ധിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ല മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? ചില ആളുകൾ പറയും, ഉണ്ട് മൗലവി, ഉണ്ട്. എന്താ? ഞാൻ ഭക്ഷണം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ, പരിമിതമായ ഭക്ഷണമാണ് ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ലൊരു ഡയറ്റ് പ്ലാൻ ഒക്കെ എനിക്കുണ്ട്, ഞാൻ ഓരോ ദിവസവും ഇത്ര കിലോമീറ്ററുകൾ നടക്കുന്നുണ്ട്, ഞാൻ അരമണിക്കൂറോളം എന്നും വ്യായാമം ചെയ്യുന്നുണ്ട്. എന്തിനാ? എന്റെ ആഫിയത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ ശാരീരിക സൗഖ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തന്നെ. ഒരു വിശ്വാസി അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് ചിലതില്ലേ സുഹൃത്തേ? അതിനപ്പുറത്ത് ചിലത് നമുക്കില്ലേ? ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് റോട്ടുമ്മക്ക് ഇറങ്ങിയത് നടക്കാന് ചീറിപ്പാഞ്ഞു വന്ന വാഹനം അവരെ തട്ടിത്തെറിപ്പിക്കുമ്പോൾ ആ വാഹനത്തിന് മുൻപിൽ നടത്തമാണ് പ്രശ്നം.
എങ്കിൽ അതിൽ നിന്ന് പോലും നമുക്ക് സൗഖ്യം നൽകാൻ എന്ത് നമ്മൾ മുൻകരുതലെടുത്തു എന്നതാണ് ചോദ്യം. അവിടെയാണ് സുഹൃത്തേ ലോകത്തിലൊരാൾക്കും ചെയ്യാൻ കഴിയാത്ത വിശ്വാസികളുടേത് മാത്രമായ സ്പെഷ്യൽ ആയുധമാണ് അവന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയിൽ ആഫിയത്തിന് വലിയ സ്ഥാനം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. അതിന് തുടങ്ങാൻ ആഫിയത്ത് ചോദിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് സഹോദര നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. ഇത്ര സ്റ്റേജ് പിന്നിട്ടു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാല്ല, ഒരു വൈദഗ്ധനക്കും ഇവിടെ ഒന്നും ചെയ്യാല്ല, നിങ്ങള് അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് മെഡിക്കൽ രംഗത്ത് വിദഗ്ധന്മാർ കൈമലർത്തുമ്പോഴല്ല നമ്മൾ കൈകൾ പൊക്കേണ്ടത്. അതിനു മുൻപേ നമ്മുടെ കൈകൾ പൊങ്ങണം, നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനകൾ ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ഏതാണെന്നറിയോ? മാ മിൻ ദഅവത്തിൻ അഹബ്ബു ഇലല്ലാഹ് അയ്യദഉഹു ബിഹാ അബ്ദുൻ മിൻ അയ്യഖൂൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫ ഔ ഖാല അൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അള്ളാഹ്ക്ക് ഒരു അടിമ നടത്തുന്ന പ്രാർത്ഥനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഒന്നവന്റെ പാപമോചനം ചോദിക്കുന്നതാണ്, അഫുവാണ്. രണ്ടാമത്തെ ആഫിയത്തിനെ ചോദിക്കലാണ്. ഇത് രണ്ടും കിട്ടിയാണ്ടല്ലോ ഇരുലോകവും നമുക്ക് സുഹൃത്തെ രക്ഷപ്പെടാൻ പറ്റുമെന്ന നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികരിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും അറിയില്ലേ സുഹൃത്തെ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആരെങ്കിലും ആദ്യമായി കൊണ്ട് കേൾക്കുന്നവരാണോ? സൂറത്തുൽ ബഖറയിലെ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആയത്താണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്. സുഹൃത്തെ, അതാ ഇരു ലോകത്തിലെയും നന്മകളെ കുറിച്ച് എനിക്ക് നൽകണമെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു. ആ പ്രാർത്ഥന വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഇഹലോകത്തിൽ ഏറ്റവും വലിയൊരു നന്മ എന്ന് പറഞ്ഞാൽ അത് മരിക്കോളം എടങ്ങറാകാതെ ജീവിക്കലാണ്. അത് മരിക്കോളം എടങ്ങറാകാതെ ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ടുതരേണ്ട ആഫിയത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ആ നിലക്ക് പ്രാർത്ഥിക്കുക മാത്രമല്ല, തന്നോട് നല്ലൊരു പ്രാർത്ഥന പഠിപ്പിച്ച് തരൂ റസൂലേ എന്ന ആവശ്യമായി കൊണ്ട് കടന്നു വന്നവരോടൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം പറഞ്ഞത് സലില്ലാഹൽ ആഫിയ, നീ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം എന്നതാണ്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ രോഗിയെ സന്ദർശിച്ചു, രോഗാധിക്യത്താൽ അദ്ദേഹം ശോഷിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ആദ്യം തന്നെ ചോദിച്ചത് എന്താണെന്നറിയോ? അമാ കുൻത തദ്ഉ അമാ കുൻത തസ്അലു റബ്ബകൽ ആഫിയ. സഹോദരാ, നീ നിന്റെ റബ്ബിനോട് ആഫിയത്തിനെ കുറിച്ച് ചോദിച്ചിട്ടില്ലായിരുന്നോ? പ്രിക്കോഷൻസ് എടുത്തിരുന്നോ എന്നല്ല, നീ നടക്കാൻ പോയിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ല. അള്ളാഹു റസൂൽ ചോദിക്കാൻ നിന്റെ റബ്ബിനോട് നീ ആഫിയത്തിനെ ചോദിച്ചിട്ടില്ലേ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തേ, അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. അതിൽ ആ സംഗതിയുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരുപാട് പ്രാർത്ഥനകൾ അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നവ നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക. അല്ലേ, അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും എന്റെ ആഫിയത്തിൽ പൊടുന്നൊരു മാറ്റം വന്നു പോകുന്നതിൽ നിന്നും ഇന്നലെ വരെ തുള്ളിച്ചാടി നടന്ന ഞാൻ, എല്ലാവരും എന്റെ കൂട്ടുകാർ, എന്റെ നാട്ടുകാർ എല്ലാവരും ഐശ്വര്യത്തോടു കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ മരുന്നു മണക്കുന്ന ഒരു 4 ചുമറുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന തരത്തിലേക്ക് എന്റെ ആഫിയത്തിൽ ടിസ്റ്റ് സംഭവിക്കരുതേ റബ്ബേ എന്ന് ചോദിച്ചാൽ ആ സഹോദര നമുക്ക് കിട്ടുക. ആ പ്രാർത്ഥന നമ്മൾ ഓർത്തു വെക്കണം. 2 സുജൂദുകൾക്കിടയിൽ നമ്മൾ ചോദിച്ചു, അല്ലാഹുമ്മ ഇഗ്ഫിർലി വർഹംനി വആഫിനി. അല്ലേ, അതൊക്കെ അർത്ഥത്തോടു കൂടെ ചോദിക്കാൻ നമുക്ക് കഴിയണം. രാവിലെയും വൈകുന്നേരവും സ്പെഷ്യലായി കൊണ്ട് പ്രവാചകൻ ചില പ്രാർത്ഥനകൾ എണ്ണി പഠിപ്പിച്ചു. അതിലുമുണ്ട് അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. ആദ്യം തന്നെ ചോദിക്കുക, പടച്ചോനെ എന്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, എന്റെ കാഴ്ചയിൽ നീ എനിക്ക് സൗഖ്യം നൽകണേ. പ്രത്യേകം എടുത്ത് സുഹൃത്ത്, കണ്ണങ്ങോട്ട് പോയാൽ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ? ആര് ചോദിങ്ങള് മരിക്കോളത് കിട്ടണ്ടേ? നമുക്ക് ചോദിക്കാൻ നമുക്ക് കഴിയണമെന്ന എന്റെ കേൾവിയിലും കാഴ്ചയിലും ഒക്കെ അല്ലാഹുവേ നീ എനിക്ക് ആഫിയത്ത് നൽകണേ എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിനം പ്രതി പലതവണ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയം അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക, പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين واستغفروا من كل ذنب إنه هو الغفور الرحيم.
അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന ബഅദ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഫിയത്തിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കേവലം ദുനിയാവിലെ കാര്യം മാത്രമല്ല പഠിപ്പിച്ചത്, മരിക്കോളം നല്ല ശാരീരിക സൗഖ്യത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, മറിച്ച് പരലോകത്തിലെ ആഫിയത്ത് നമ്മൾ ചോദിക്കണം എന്നാണ്. എന്തായാലും പരലോകത്തിലെ ആഫിയത്ത് അഥവാ പരലോകത്തിലെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയപ്പെട്ട മരണത്തോടുകൂടെ തുടങ്ങുന്ന പരലോക ജീവിതം, സ്വർഗപ്രവേശനം വരെ നമ്മൾ ഇങ്ങനെ നടക്കുക. അതിന്റെ ഇടയിൽ പല ബുദ്ധിമുട്ടുകളും പല സ്റ്റേജുകളും പല ക്ലേശങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ബർസഖും അവിടുന്ന് അങ്ങോട്ടുള്ള മഹ്ശറയിൽ പോയി നിൽപ്പും അതേപോലെ തന്നെ അവിടുത്തെ വിചാരണയും എല്ലാം, നരകത്തെ പ്രദർശിപ്പിക്കലും അവിടെ നമ്മൾ പോയി കാണലും അവിടുന്ന് രക്ഷപ്പെടലും ഒക്കെ സുഹൃത്തുക്കളെ പരലോകത്തിലെ മുഷ്കിലുകളാണ്, പരലോകത്തിലെ പ്രയാസങ്ങളാണ്. ഇതിൽ നിന്നും പടച്ച റബ്ബ് നമുക്ക് സൗഖ്യം നൽകണമെന്ന, അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയും ചോദിക്കണം. അതും രാവിലെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനയിലുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. അൽഹംദുലില്ലാഹ്, എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് സുഹൃത്തുക്കളെ. ഒരു മനസ്സുണ്ടെങ്കിലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. പടച്ചോനെ, ദുനിയാവിലും നാളെ പരലോകത്തിലുമുള്ള ആഫിയത്ത് എനിക്ക് നൽകണേ എന്ന. പിന്നെ പറഞ്ഞു മതപരമായ കാര്യങ്ങളിലെ ആഫിയത്താണ്. എന്ത് മതപരമായ കാര്യങ്ങളിലെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ദീനിന്റെ വിഷയത്തിൽ നമുക്കൊരു ആഫിയത്ത് കിട്ടണം. എന്താ? ദീനിന്റെ വിഷയത്തിൽ പല സംശയങ്ങൾ ഉണ്ടാകും, പലരും പലതും പറയും. നമ്മുടെ ഹിദായത്തിൽ നിന്ന് തെറ്റിക്കാനുള്ള പല കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഷിർക്കിൽ പെടാത്ത, ഖുറാഫാത്തിൽ പെടാതെ, തൗഹീദിൽ നിന്നും നമ്മുടെ പ്രയാസപ്പെടാതെ, പ്രത്യേകിച്ച് എക്സ് മുസ്ലിംസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് സുഹൃത്തുക്കളെ, സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുൻപിൽ പിടിച്ചു യഥാർത്ഥ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഒരു തൗഫീക്കിനാണ് ദീനിൽ ആഫിയത്ത് എന്ന് പറയുന്നത്. അത് നമ്മളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ടും ആഫിയത്തിന് ചോദിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ സുഹൃത്തിന് ഓരോന്നിനും വേറെ വേറെ പ്രാർത്ഥന എന്നല്ല. ഇപ്പൊ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മുറിച്ച് നമുക്കൊന്ന് കിട്ടും. നേരത്തെ പറഞ്ഞ പ്രാർത്ഥന തന്നെയുള്ള സംഗതിയാണ്. രാവിലെ വൈകുന്നേരം ചൊല്ലണം എന്ന് പറഞ്ഞു, ഒരു തവണ ചൊല്ലണം എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. ആണോ? 4-5 കാര്യങ്ങളാ പറയുന്നത്. സമ്പത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ചോദിച്ചു, എന്റെ സമ്പത്തിൽ എനിക്ക് നീ ആഫിയത്ത് നൽകണം. എങ്ങനെ സുഹൃത്തുക്കളെ? അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ, അതിൽ കടക്കാരനാകാതിരിക്കാൻ, അത് വേറെ എന്തെങ്കിലും കൊള്ളയോ മറ്റൊന്നും ഇല്ലാതിരിക്കാൻ, അത് വല്ല വെള്ളപ്പൊക്കത്തിലോ മറ്റോ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് പെട്ട് നാളിതുവരെ സമ്പാദിച്ചത് മുഴുവൻ സെക്കൻഡ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ചോദിക്കണം എന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഒരുപാട് പറയുമ്പോൾ കുറെ ഉണ്ട്, പക്ഷെ ചോദിക്കാൻ 2 മിനിറ്റ് മതിയാകും. അവിടെയാണ് വിജയിക്കാൻ നമുക്ക് കഴിയേണ്ടത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഏറ്റവും വലിയ പരിഹാരം എന്താ അറിയോ? നമ്മളെ രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥനകളെ ഇനിയും ജീവിതത്തിൽ കൊണ്ടുവരാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, വലിയ പ്രതിസന്ധിയിലാണ് അവരുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഉണ്ടാവും, വലിയ ഭാഗ്യവാന്മാരാണ് സുഹൃത്തുക്കളെ. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരു വാപ്പ വന്നിട്ട് ആ പ്രാർത്ഥനകളൊക്കെ കൊണ്ടുനടക്കുന്നുണ്ടാവും, ഉഷാറായിട്ട് കൊണ്ടുനടക്കുന്നുണ്ടാവും. ഒരു പക്ഷെ ആ വാപ്പക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാവില്ല, ഉടുതുണിക്ക് മറുതുണിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എല്ലാവരും പുച്ഛത്തോടു കൂടെ കാണിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. പക്ഷെ ആ സാധു വന്നിരുന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ അഹ്ലി എന്ന് പറയുമ്പോൾ, പടച്ചോൻ എന്റെ ആഫിയത്ത്, ഞാൻ ചോദിക്കുന്ന ആഫിയത്ത് എന്റെ കുടുംബത്തിന് കൂടെ നീ നൽകണേ എന്ന് പറയുമ്പോൾ ആ വാപ്പാന്റെ ആ പ്രാർത്ഥന തുമ്പിലായിരിക്കും ഒരു പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ലാതെ സുഹൃത്തുക്കളെ പോകുന്നുണ്ടാകുക. അതുകൊണ്ട് എന്താ അറിയോ, അതൊക്കെ വലിയ നിഅമത്താണെന്ന് മനസ്സിലാക്കി ഈ പറയപ്പെട്ട വിഷയം അത് വളരെ ഗൗരവപ്പെട്ടതാണ്. ഹിദായത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ആഫിയത്തോടുകൂടെ ജീവിതമാണെന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നു അത്. അതുകൊണ്ട് സുഹൃത്തെ, കേവലം ആഗ്രഹത്തിനപ്പുറത്ത് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ പ്രാർത്ഥനയുടെ അവിടെ എത്തണം. നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. നമസ്കാര വേളയിൽ ആ പ്രാർത്ഥനയുണ്ട്, രാവിലെയും വൈകുന്നേരം പ്രത്യേകമായി കൊണ്ട് ചോദിക്കണം. ആ ചോദിക്കുമ്പോഴൊക്കെ ഒരു യാന്ത്രികമായി കൊണ്ട് ചോദിക്കാതെ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എന്റെ റബ്ബിനോട് എരന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു മനസ്സാന്നിധ്യത്തോടു കൂടെ കഴിവിന്റെ പരമാവധി പ്രാർത്ഥനകൾ പതിവാക്കുക, പരിശീലിക്കുക. റഹ്മാനായ റബ്ബ് എല്ലാവിധ തൗഫീഖും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള
ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ ഒരുപാട് അവശതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ, സുഹൃത്തുക്കൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവെ, നീ അവരുടെ എല്ലാവിധ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.